CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ പ്രദേശവാസികളുടെ ദർശനത്തിനുള്ള വരി വീണ്ടും അകത്തേക്ക് മാറ്റാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. തീരദേശത്തിന്റെ പഞ്ചാരമണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു. കാലം തെറ്റിപ്പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് ഈ വർഷം രാമച്ചം വിളവെടുപ്പ് തുടങ്ങിയത്. തൃത്താല സെന്ററിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ആർക്കും പരിക്കില്ല. കൂറ്റനാട് റോഡിൽ ഫേമസ് ബേക്കറിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേകാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ലാബ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഞായറാഴ്ച മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച തിച്ചൂർ മോഹനാശാൻ സ്മാരക തൗര്യത്രികം കലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. പൊന്നീർകുളം ചേറായി ശ്രീ ഭുവനേശ്വര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനോത്സവവും അന്നദാനവും നടത്തി. കർഷകർക്ക് ആശ്വാസമേകി എളവള്ളി പഞ്ചായത്തിന്റെ സഹായഹസ്തം. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക വിഹിതം നൽകാൻ തീരുമാനിച്ചു. ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപമാനിച്ചുവെന്നാരോപിച്ച് SDPI പൊന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. യുവ 2024 എന്ന പേരിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെങ്ങാമുക്ക് യൂണിറ്റ് സമ്മേളനം നടന്നു. കർഷകരെ ദ്രോഹിക്കുന്ന വനനിയമ ഭേദഗതിക്കെതിരെ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്രജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയും ഭാരത സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര മന്ത്രാലയം തൃശൂർ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല നടത്തി. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ മീഡിയ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അറബിക് മജ്ലിസ് ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവഹേളിച്ചതിനെതിരെ SDPI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്നിത്തടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പന്നിത്തടം ബിസ്മില്ല ഹോട്ടലിൽ നടന്നു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ 23ാമത് വാർഷികാഘോഷം നടന്നു. ചൂണ്ടൽ ദേശവിളക്കു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗംഭീര ദേശവിളക്കും അന്നദാനവും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹരിതഭവനം മേഖലാജാഥയ്ക്ക് കോതച്ചിറ യൂണിറ്റിൽ സ്വീകരണം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.